ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് രക്താർശസ് അതായത് ബ്ലീഡിംഗ് പൈൽസ് ഈ രോഗാവസ്ഥയിൽ നമുക്ക് ഒരു ഒറ്റമൂലി പോലെ അല്ലെങ്കിൽ ഒരു പൊടിക്കൈ പോലെ വീടുകളിൽ പ്രയോഗിച്ചു നോക്കാവുന്ന ചില ഔഷധ സസ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ്. പൊടിക്കൈകൾ അല്ലെങ്കിൽ ഒറ്റമൂലികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് വരെയുള്ള സമയത്തേക്ക് തൽക്കാലത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ്. അർശസ്, പൈൽസ്, രക്താർശസ് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ഒരു സർജിക്കൽ കണ്ടീഷൻസ് ആണ്. അതിനായിട്ട് ആയുർവേദത്തിലെ ക്ഷാരസൂത്രം പോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അതല്ലെങ്കിൽ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളിലും ഒട്ടനവധി പുത്തൻ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ്. പക്ഷേ ആരംഭഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് വേണ്ടതായ ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും ഒക്കെ മാറ്റം വരുത്തി കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് രോഗാവസ്ഥകളിൽ പല പല മരുന്നുകളുടെ കൂടെ കൂട്ടിച്ചേർത്ത് മറ്റു പല ഔഷധ സസ്യങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്ത് പല ഔഷധങ്ങളും തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ്. അതില് ചില ഔഷധ സസ്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താം. ഏത് രീതിയിൽ അത് പ്രയോഗിക്കണം, അതിന്റെ ഉപയോഗ രീതികൾ, അതിന്റെ രസഗുണ വിഭാഗങ്ങൾ എല്ലാം വിശദമായിട്ട് ചുരുക്കി വിവരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് താഴെ രേഖപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. രക്താർശസ് നിയന്ത്രിക്കുന്നതിന് സഹായകരമായ ഔഷധ സസ്യങ്ങളിൽ ഒന്നാമതായിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഹബുഷം, അടക്കാമണിയൻ. ഇത് സമൂലം പറിച്ചെടുത്ത് ഉപയോഗിക്കാറുണ്ട്. സംസ്കൃത പേരാണ് ഹബുഷം, മലയാളത്തിൽ അടക്കാമണിയൻ എന്ന് വിളിക്കും. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം സ്ഫിറാന്തസ് ഇൻഡിക്കസ് ആണ്. കമ്പോസിറ്റെ ഫാമിലിയാണ്. ഇത് ഏകദേശം ഒരു 1/2 മീറ്റർ വരെ ഉയരത്തിൽ വരെ വളരാവുന്ന ഒരു കുറ്റിച്ചെടിയാണ്. അടുത്തായിട്ട് ഈ ഹബുഷം അല്ലെങ്കിൽ അടക്കാമണിന്റെ രസഗുണ വിഭാഗങ്ങൾ, ആയുർവേദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിന്റെ രസം കടുതിക്ത രസവും ലഘു, രൂക്ഷ, തീക്ഷ്ണ ഗുണത്തോടു കൂടിയതുമാണ്. അതുപോലെ തന്നെ ഉഷ്ണവീര്യമാണ്, കടുവിഭാഗമാണ്. ഇതാണ് ഈ അടക്കാമണിന്റെ രസഗുണ വിഭാഗങ്ങൾ, ആയുർവേദ പ്രോപ്പർട്ടീസ്. അടക്കാമണിയൻ പൊതുവെ കഫവാത ദോഷത്തെ ശമിപ്പിക്കുന്നതിന് സഹായകരമാണ്. അതായത് കഫദോഷം വർദ്ധിച്ചും വാതദോഷം വർദ്ധിച്ചും ഉണ്ടാവുന്ന രോഗാവസ്ഥകളിലെല്ലാം തന്നെ ചികിത്സിക്കുന്നതിനുള്ള ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിലെ ഒട്ടുമിക്ക ഔഷധങ്ങളിലെയും ഒരു ഘടകമാണ് അടക്കാമണി. ഇതുകൂടാതെ ദഹനശക്തി വർദ്ധിക്കുന്നതിനും രക്തശുദ്ധി വരുത്തുന്നതിനും അതുപോലെ തന്നെ രക്തസ്തംഭന പ്രോപ്പർട്ടീസും കൂടെ ഇതിനുണ്ട്. ഒപ്പം തന്നെ നാഡികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ കഷായങ്ങളായാലും അരിഷ്ടങ്ങളായാലും ചൂർണങ്ങളായാലും ഈ അടക്കാമണിന്റെ കൂടെ തന്നെ ഒട്ടനവധി മറ്റ് ഔഷധ സസ്യങ്ങളും കൂടെ ചേർത്താണ് ഉപയോഗിക്കുക. നമ്മൾ ഇന്നിവിടെ അടക്കാമണിയൻ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഈ രക്താർശസിൽ എങ്ങനെ പ്രയോഗിക്കാന്ന് പറയാം. ഈ രക്താർശസിൽ അടക്കാമണിയൻ വർക്ക് ചെയ്യുന്നത് ഇതിന് ഈ രക്തസ്തംഭനം പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ബ്ലീഡിംഗ് പൈൽസിലും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്, മാസമുറയോടനുബന്ധിച്ച് അമിതമായിട്ടുള്ള ആർത്തവ രക്തം പ്രവഹിക്കുന്നവരാണെങ്കിൽ ആ അവസ്ഥയിലും ഇത് പ്രയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് അടക്കാമണിയൻ സമൂലം പറിച്ച് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മാക്സിമം ഇങ്ങനെ അരച്ചെടുത്തത് ഒരു 1/2 ഗ്ലാസ് നല്ല ശുദ്ധമായ പച്ച മൂരിൽ കലക്കിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു 3-4 ദിവസം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലീഡിംഗ് കുറയുന്നതിന്, നിൽക്കുന്നതിന് സഹായകരമാവുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീണ്ടും പറയട്ടെ, രക്തസ്രാവമൊക്കെ അമിതമായിട്ട് ഉണ്ടാവുക, അതായത് ആർത്തവത്തിലൂടെ ആയാലും രക്താർശസ് വഴിയാണെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് വേണ്ടതായ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതാണെന്ന് നിർദ്ദേശിക്കുന്നു. അടുത്തതായിട്ട് രക്താർശസിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു ഔഷധ സസ്യമാണ് ആടലോടകം. ഇത് ചെറിയ ആടലോടകമുണ്ട്, വലിയ ആടലോടകമുണ്ട്. ചെറിയ ആടലോടകത്തിനാണ് കൂടുതൽ ഔഷധ ഗുണം കൂടുതലായിട്ടുള്ളത്. ആടാതോട ബെഡോമി എന്നാണ് അതിന്റെ ബൊട്ടാനിക്കൽ നെയിം. അക്കാന്തേസെ ഫാമിലിയിൽപ്പെട്ട ഔഷധ സസ്യമാണ്. ആടലോടകവും ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ്. കേരളത്തിലൊക്കെ ഉടനീളം ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ്. വാസാന്നും വാസകാന്നും ഒക്കെയാണ് ഇതിന്റെ സംസ്കൃത പദങ്ങൾ. ആടലോടകത്തിന്റെ രസഗുണവീര്യ വിഭാഗങ്ങൾ, ആയുർവേദ പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയാണെങ്കിൽ ലഘുരൂക്ഷ ഗുണത്തോടു കൂടിയതാണ്, കടുരസമാണ്, ശീതവീര്യമാണ്, അതുപോലെ തന്നെ തിക്ത കഷായ രസമാണ്. ഇതാണ് ആടലോടകത്തിന്റെ രസഗുണവീര്യ വിഭാഗങ്ങൾ. ആടലോടകം സമൂലം പറിച്ചു ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ആടലോടകത്തിന്റെ ഇലകള് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പല ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ടും ഒറ്റമൂലി പോലെയും പ്രയോഗിച്ചു നോക്കുന്നുണ്ട് ഒരുപാട് രോഗാവസ്ഥകളിൽ. അതുപോലെ തന്നെ ആടലോടകത്തിന്റെ വേര് കഷായങ്ങൾ വെക്കാനും മറ്റ് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. ആടലോടകത്തിന്റെ ചില ഗുണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് കഫദോഷത്തെ ശമിപ്പിക്കുന്നതിന് സഹായകരമാണ്. കഫക്കെട്ടും ചുമയും ആസ്മയും ഇത്തരം രോഗാവസ്ഥകളിൽ പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ ബ്ലീഡിംഗ് നിയന്ത്രിക്കുന്നതിന്, നിർത്തുന്നതിന് രക്തസ്തംഭന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് രക്താർശസ് പോലുള്ള രോഗാവസ്ഥകളിലും അതുപോലെ നേസൽ ബ്ലീഡിംഗ്, യൂറിനറി ട്രാക്ട് വഴിയൊക്കെ അമിതമായിട്ട് രക്തം പ്രവഹിക്കുന്ന അവസ്ഥ, രക്തപിത്തം ഇത്തരം അവസ്ഥകളിലൊക്കെ ആടലോടക വേരൊക്കെ കഷായം വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ ബ്ലീഡിംഗ് പൈൽസില് രക്താർശസില് ആടലോടകം ഉപയോഗിക്കേണ്ടത് നമുക്ക് ആടലോടകം സമൂലം, അതായത് ആടലോടകത്തിന്റെ വേരും ഇലയും തണ്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അത് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ടിട്ട് കഷായം വെക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ഫലം മരുന്ന്, ഏകദേശം 60 ഗ്രാം മരുന്ന് ഒരു 1.25 ലിറ്റർ വെള്ളത്തിൽ ചെറുതീയരിച്ച് കുറുക്കി വെറ്റിച്ച്
വറ്റിച്ച് 1/4 വറ്റിക്കണം. അതിനുശേഷം ആ ചണ്ടി പിഴിഞ്ഞരിച്ച് കളഞ്ഞിട്ട് വീണ്ടും കുറുക്കി പകുതിയാക്കി വറ്റിക്കുക. എന്നിട്ട് അതിന്റെ പകുതി വീതം കാലത്തും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപ് അല്പം തേൻ മേമ്പൊടി ചേർത്തിട്ട് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ രക്താർശസ്, അമിത രക്തസ്രാവം, ഇത്തരം കണ്ടീഷൻസ് ഒക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരവും. തേൻ മേമ്പൊടിയായിട്ട് ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും കഷായം തണുത്തതിന് ശേഷം മാത്രമേ തേൻ ചേർക്കാവൂന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് രക്താർശസിന് നമുക്ക് പ്രയോഗിക്കാവുന്നത് അത്തിമരം, ആൽമരങ്ങളുടെ ഗണത്തിൽ വരുന്ന അത്തിമരം ഉണ്ടല്ലോ, ഇതിന്റെ മുട്ട് അത് കഷായം വെച്ച് കൊടുക്കണം. അതിനായിട്ട് അത്തിമരത്തിന്റെ മുട്ടുകൾ പറിച്ചെടുത്ത് വിധിപ്രകാരം കഷായം വെച്ചിട്ട് അതിലേക്ക് മേമ്പൊടിയായിട്ട് അല്പം കാവിമണ്ണും കൂടെ ചേർത്തിട്ട് 3 നേരവും ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് സേവിക്കാമെങ്കിൽ രക്താർശസ്, അതുപോലെ അമിതമായിട്ട് രക്തം പ്രവഹിക്കുന്ന അവസ്ഥകൾ, രക്താതിസാരം, ഇത്തരം രോഗാവസ്ഥകളൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാണ്. അത്തി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആൽമരങ്ങളുടെ ഗണത്തിൽ വരുന്നതാണ്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ, ഈ 5 തരം ആൽമരങ്ങളാണ് പ്രധാനമായിട്ടും ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ എടുത്തത് അത്തിമരത്തിന്റെ, ഇതിൽപ്പെട്ട അത്തിമരത്തിന്റെ മുട്ടുകളാണ് കഷായം വെക്കാനായിട്ട് എടുത്തത്. ഈ ആൽമരങ്ങളുടെ രസഗുണ വിഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കഷായം മധുര രസവും ഗുരു രൂക്ഷ ഗുണത്തോടു കൂടിയതും അതുപോലെ തന്നെ ശീതവീര്യമാണ്, കടുവിഭാഗമാണ്. ഇതാണ് അത്തിയുടെ ആയുർവേദ പ്രോപ്പർട്ടീസ്. രസഗുണ വിഭാഗങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അത്തിമരത്തിന്റെ തൊലിയും പൂവും പൂമുട്ടും കായും എല്ലാം തന്നെ ഔഷധയോഗമായിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ഇന്നെടുത്തത് അത്തിയുടെ മുട്ടുകളാണെന്ന് മാത്രം. അടുത്തായിട്ട് രക്താർശസിന് പ്രയോഗിക്കാവുന്ന ഔഷധമാണ് ഇലവ്. ഇലവ് മരത്തിന്റെ വേരുകളും പൂവും ഫലവും അതുപോലെ ഇതിന്റെ തടിയിൽ നിന്ന് വരുന്ന കറയും ഒക്കെ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇലവ് മരത്തിന്റെ ബൊട്ടാനിക്കൽ നെയിം ബോംബാക്സ് മലബാറിക്കും എന്നാണ്. മാൽവേസെ ഫാമിലിയിൽപ്പെട്ട ഔഷധമാണ്. ഇതിന് മധുര കഷായ രസത്തോടു കൂടിയതാണ്. ഗുരു സ്നിഗ്ധ പിച്ചില സ്വഭാവത്തോടു കൂടിയതാണ് ഇതിന്റെ ഗുണം. അതുപോലെ മധുര വിഭാഗമാണ്, ശീതവീര്യമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. രക്താർശസില്, അതായത് ബ്ലീഡിംഗ് പൈൽസില് രക്തം പോകുന്നത് നിയന്ത്രിക്കാനായിട്ട് ഇലവിന്റെ ഉണങ്ങിയ പൂക്കള് ഇത് ചതച്ചിട്ടിട്ട് ആട്ടുംപാലിലിട്ട് കാച്ചിയെടുക്കണം. ആട്ടുംപാലിട്ട് കാച്ചിയെടുത്തതിന് ശേഷം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പതിവായിട്ട് കുടിക്കാമെന്നുണ്ടെങ്കിൽ ഈ രക്തം പ്രവഹിക്കുന്ന അവസ്ഥകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാണെന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഔഷധ സസ്യങ്ങൾ നിങ്ങൾക്ക് അടുത്തുള്ള അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആമസോൺ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ രക്താർശസ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന അടുത്ത ഔഷധ സസ്യമാണ് കുടകപ്പാല. ഹൊളാരീന ആൻറ്റി ഡിസെൻട്രിക്ക എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. അപ്പോസൈനേസിയ ഫാമിലിയാണ്. കുടജം, ഇന്ദ്രയവം ഇതൊക്കെയാണ് ഇതിന്റെ സംസ്കൃത പര്യായ പദങ്ങൾ. കുടകപ്പാലയുടെ തൊലിയും അതുപോലെ കുടകപ്പാലയുടെ വിത്തും ഒക്കെയാണ് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇനി ഇതിന്റെ ആയുർവേദ രസഗുണ വിഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. തിക്ത കഷായ രസത്തോട് കൂടിയതാണ്. അതുപോലെ ലഘുരൂക്ഷ ഗുണമാണ്, കടുവിഭാഗമാണ്, ശീതവീര്യമാണ്. ഇതാണ് ഇതിന്റെ രസാദി ഗുണങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കുടകപ്പാലയ്ക്ക് ഈ രക്തസ്തംഭന പ്രോപ്പർട്ടി ഉള്ള പോലെ തന്നെ രക്താതിസാരം, ഡിസെൻട്രി, അമിതമായിട്ട് അതിസാരം ഉണ്ടാകുകയും മലദ്വാരത്തിൽ കൂടെ രക്തം പ്രവഹിക്കുന്ന അവസ്ഥ, അത്തരം രോഗാവസ്ഥയിലും കുടകപ്പാലേരി പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ കൃമിഹരത്വമുണ്ട്, വായുസ്തംഭന പ്രോപ്പർട്ടീസ് ഉണ്ട്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു, മലത്തെ പിടിപ്പിക്കുന്നു, ഗ്രാഹിയാണെന്ന് പറയും. അമിതമായിട്ട് മലപ്രവൃത്തി ഉണ്ടാകുന്ന രോഗാവസ്ഥകളിലൊക്കെ, അതായത് അതിസാരവും ഗ്രഹണിയും ഇത്തരം അവസ്ഥകളിലൊക്കെ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതില് കുടകപ്പാലേരിയും കൂടി ചേർത്ത് വരാറുണ്ട്. രക്താർശസിന് ഇത് പ്രയോഗിക്കാനായിട്ട് കുടകപ്പാലയുടെ തൊലി ചെത്തിയെടുത്തിട്ട് കഷായം വെച്ച് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് കഴിക്കുക. വിധിപ്രകാരം കഷായം വെക്കാന്ന് പറയുമ്പോൾ 60 ഗ്രാമാണ് ഒരു ഡോസ് കഷായം തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. 60 ഗ്രാം കുടകപ്പാലയുടെ തൊലി കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഏകദേശം 1.25 ലിറ്റർ വെള്ളം ഒഴിക്കണം. ചെറുതീയരിച്ച് കത്തിച്ച് വറ്റിച്ച് 4:1 വറ്റിക്കുക. എന്നിട്ട് ആ ചണ്ടി അരിച്ച് മാറ്റിയതിനു ശേഷം വീണ്ടും 4:1 വറ്റിച്ചിട്ട് അതിന്റെ പകുതി വീതം കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് കഴിക്കാം. ഇത് ഈ രക്തപ്രവാഹിക, അതിസാരം അമിതമായിട്ട് വർദ്ധിച്ച് രക്തം പോകുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ രക്താർശസിലും ഇത് ഈ ഔഷധ സസ്യം ഒരു ഒറ്റമൂലി പോലെ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. രക്താർശസിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു ഔഷധ സസ്യമാണ് കൊഴിഞ്ഞില്. ശരപുങ്ക എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. തിക്ത കഷായ രസത്തോട് കൂടിയതാണ്. ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണമാണ്, ഉഷ്ണവീര്യമാണ്, കടുവിഭാഗമാണ്. ഇതാണ് കൊഴിഞ്ഞില് അഥവാ ശരപുങ്കയുടെ രസഗുണ വിഭാഗങ്ങൾ. രക്താർശസില് ഇത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വിത്ത് എടുത്ത് അരച്ചിട്ട് മോരിലോ അരിക്കാടിയിലോ കലക്കി കഴിക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കണം. കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പേരുകളൊന്ന് താഴെ കമന്റ് ചെയ്താലും ആരൊക്കെയാണ് വീഡിയോ കാണുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും.